നമ്മൾ അടുത്ത് നോക്കുന്നത് ഇന്നത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ എല്ലാം കമ്പസ്റ്റൻ ഇക്വേഷൻസ് ആണ്. കമ്പസ്റ്റൻ ഇക്വേഷൻസ്. ഓക്കെ, സോ കമ്പസ്റ്റൻ ഇക്വേഷൻസ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഫ്യൂവൽസിന് ആക്ച്വലി രണ്ട് ടൈപ്പിൽ അത് എക്സിസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ അത് സോളിഡ് ഫ്യൂവൽസ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗേഷ്യസ് ഫ്യൂവൽസ് ആയിട്ടായിരിക്കും. സോളിഡ് ഫ്യൂവൽസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻസിലെല്ലാം എടുക്കുന്നത് അതിൻ്റെ മാസ് വാല്യൂ ആണ്. ഓക്കെ, ഇത് സോളിഡ് വി വിൽ ബി ടേക്കിംഗ് ദി മാസ് വാല്യൂ, എത്ര കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. അതല്ല നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഗേഷ്യസ് ഫ്യൂവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയം ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗേഷ്യസ് ഫ്യൂവൽസിൻ്റെ കേസിൽ വോളിയം ആയിരിക്കും. സോ അതിൻ്റെ ബേസിൽ നമുക്ക് കമ്പസ്റ്റൻ ഇക്വേഷൻസിനെ രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദി കമ്പസ്റ്റൻ ഇക്വേഷൻസ് ഫോർ സോളിഡ് ഫ്യൂവൽസ്. സോളിഡ് ഫ്യൂവൽസിൻ്റെ കേസിലുള്ള കമ്പസ്റ്റൻ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനൊരു ബാലൻസ്ഡ് ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. ഞാനൊരു ഫ്യൂവൽ ഒരു ഐസ് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്തു, ദെൻ ഓക്സിജനും സപ്ലൈ ചെയ്തിട്ടുണ്ട്, then ഇഗ്നൈറ്റ് ചെയ്തു. സോ അവിടെ ബേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കും. ബേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും ആ ഫ്യൂവലിനകത്തുള്ള മെയിൻലി അത് മിക്കവാറും ഹൈഡ്രോ കാർബൺ സൈഡിൻ്റെ മിക്സ്ചേഴ്സ് ആയിട്ടാണ് ആ ഒരു ഫ്യൂവൽ വരുന്നത്. സോ അതിലുള്ള ഓരോ കമ്പോണൻസ് ആയിട്ട് എങ്ങനെയാണ് എയറിൽ ഓക്സിജനുമായിട്ട് റിലേറ്റ് ആവുന്നത്, ഓക്സിജനുമായിട്ടുള്ള അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിപ്പോൾ എടുക്കുന്നത് കാർബണിൻ്റെ കണ്ടീഷനാണ്. അതായത് കാർബൺ ബേൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്നുള്ളത്. നമുക്കറിയാം, when carbon combines with oxygen, the byproduct can be either a carbon monoxide or a carbon dioxide. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് കമ്പസ്റ്റൻ്റെ കേസാണ്. അതായത് ഞാൻ ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് എയർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്തിരിക്കുന്ന എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബണിനെയും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും ഓക്സിജൻ ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. സോ ദ ബൈ പ്രോഡക്റ്റ് വിൽ ബി CO2. ഓക്കെ, ഫോർ എ കംപ്ലീറ്റ് കമ്പസ്റ്റൻ. ഇനി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഓരോ എലമെൻറ്റ്സിൻ്റെയും മാസ് വാല്യൂ, നമ്മളിപ്പോൾ സോളിഡ് ഫ്യൂവൽസ് ആയതുകൊണ്ട് നമുക്ക് ആ മാസ് വാല്യൂ വെച്ച് കൺസിഡർ ചെയ്യാം. കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് വി ഹാഡ് ദാറ്റ് ആസ് 12. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി 12. ഞാൻ എൻ്റെ മാസ് വാല്യൂ എഴുതുകയാണ്. ഓരോ യൂണിറ്റ് കാർബൺ ആൻഡ് ഓരോ യൂണിറ്റ് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഒരു യൂണിറ്റ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി എന്ന അസംഷനിൽ ആ ഒരു യൂണിറ്റ് കാർബണിൻ്റെ മോളിക്കുലർ മാസ് 12, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് ഉള്ളത് വി ഹാവ് ദാറ്റ് ആസ് 32. ആൻഡ് ദ ബൈ പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 44 ആണ്, അല്ലേ? സോ 12 + 32 ആൻഡ് വിൽ ഗീവ് ദറ്റ് 44. ഇതിപ്പോൾ ഞാനൊരു കിലോഗ്രാം ബേസിൽ പറയുവാണെങ്കിൽ ഇതിൻ്റെ മീനിങ് ഇതാണ്: 12 കിലോഗ്രാം ഓഫ് കാർബൺ ഞാൻ ബേൺ ചെയ്തിരുന്നു അലോങ് വിത്ത് 32 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. ഓക്കെ, 12 കിലോഗ്രാം ഓഫ് കാർബണിന് ഞാൻ 32 കിലോഗ്രാം ഓഫ് ഓക്സിജനും കൂടെ സപ്ലൈ ചെയ്തിട്ട് ബേൺ ചെയ്യുവാണെങ്കിൽ എനിക്ക് 44 കിലോഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് ആ ഒരു കമ്പസ്റ്റൻ്റെ കേസാണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനിക്ക് 1 കിലോഗ്രാം കാർബണിന് എത്ര ഓക്സിജൻ വേണമെന്ന് കണ്ടുപിടിക്കാം. If I want to calculate the mass of oxygen required for 1 kilogram of carbon, ഞാൻ ഈ മുകളിലത്തെ ഇക്വേഷന് ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലേ? 12 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോഴത്തേക്കും അവിടെ 1 കിലോഗ്രാം ആവും. സോ 1 കിലോഗ്രാം പ്ലസ് 13 താഴെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിലോഗ്രാം, വിച്ച് ഗീവ്സ് റൈറ്റ് സൈഡിലും നമുക്ക് ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 44/12 കിലോഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് ഞാൻ വേണമെങ്കിൽ ഈ 32/12 കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോഗ്രാം പ്ലസ് 32/12 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് by 2 16 and 6 again by 2 8/3 8/3 kilogram of oxygen and will give 44/12. 44/12 എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? 44/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11, 12/3 എന്ന് വരും. ഓക്കെ, 11/3 കിലോഗ്രാം എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്ന് പറയുന്നതാണ് 1 കിലോഗ്രാം ഓഫ് carbon requires 8/3 kilogram of oxygen for complete combustion. ഓക്കെ, 1 കിലോഗ്രാം ഓഫ് കാർബൺ അതിൻ്റെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. സോ കാർബൺ ഡയോക്സൈഡ് ക്രിയേറ്റ് ചെയ്യാനായി 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ വേണം. ഞാൻ അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 11/3 kilogram of carbon dioxide.
ഞാൻ അഗൈൻ ഇതിനെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ പറയുന്ന കാരണം വെച്ചാൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാർംഫുൾ കമ്പോണൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് ക്രിയേറ്റ് ആവുന്നത് ഞാൻ ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാത്ത കേസിലാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം 12 കിലോഗ്രാമിന് 32 കിലോഗ്രാം വേണം, അല്ലെങ്കിൽ 1 കിലോഗ്രാമിന് 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ വേണം. അതിന് പകരം ഞാൻ സപ്ലൈ ചെയ്തത് 8/3 ഇല്ല, അതിനേക്കാളും കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സേ ഞാനൊരു 8/3 പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 പോയിൻറ്റ് സംതിങ് വരും. ഞാനിപ്പോൾ ഒരു 1 കിലോഗ്രാം തന്നെ സപ്ലൈ ചെയ്യുന്നു വിചാരിക്കുക. സോ ഈ കംപ്ലീറ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടത്തില്ല. വരുന്ന കമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും, വിച്ച് ഈസ് ഹാംഫുൾ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് തന്നെ ആയിരിക്കണം ഔട്ട്പുട്ടിലെ പ്രൊഡക്ഷൻ എന്നാണ്. ഓക്കെ, സോ ഇതാണ് ഒരു കമ്പസ്റ്റൻ ഇക്വേഷൻ, ഒരു ബാലൻസ്ഡ് കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതുന്നത്. ഇഫ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് സഫിഷ്യൻ്റ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ബൈ പ്രോഡക്റ്റ്? കാർബൺ പ്ലസ് ഓക്സിജൻ വിൽ ബി ഗീവിങ് കാർബൺ മോണോക്സൈഡ് അല്ലേ? കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആയില്ലായിരുന്നുണ്ടെങ്കിൽ, ഇൻസഫിഷ്യൻ്റ് ഓക്സിജനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് വന്ന് കാർബൺ മോണോക്സൈഡ് ആയിരുന്നു തന്നെ. അവിടെ വരുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. കാർബൺ വി ഹാവ് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. സി പ്ലസ് O2 ഗിവിങ് CO. ഹിയർ വി ഹാവ് 1 കമ്പോണൻറ്റ് ഓഫ് O. ഇവിടെ 2 കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ? സോ നമ്മളിവിടെ 2 കൂടെ ഇട്ട് കൊടുക്കണം. എന്നാലേ O2 എന്ന് പറയുന്നത് ഇവിടെയും 2 O തന്നെ കിട്ടത്തുള്ളൂ. ദെൻ അങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ 2C ആയി. സോ അഗെയിൻ ലെഫ്റ്റ് സൈഡിലും ഒരു 2C കൊടുക്കുക. ബാലൻസ് ചെയ്ത് നോക്കുക. വി ഹാവ് 2 moles ഓഫ് കാർബൺ ദ ലെഫ്റ്റ് സൈഡ്, 2 moles ഓഫ് കാർബൺ ദ റൈറ്റ് സൈഡ്, 2 parts of oxygen, and here also we have 2 parts of oxygen. ഓക്കെ, സോ ഇപ്പോഴത് ബാലൻസ്ഡ് ആയി. ഇനി നമ്മളിവിടെ എഴുതിയ പോലത്തെ ഇക്വേഷൻ എഴുതാം. കാർബൺ ഒരു മോളിക്യൂളിന് നമ്മൾ എത്രയായിരുന്നു? 12 ആയിരുന്നു അതിൻ്റെ മാസ്. ഹിയർ വി ഹാവ് 2 molecules അല്ലേ? ഇവിടെ നമുക്ക് 2 molecules ഓഫ് കാർബൺ ഉണ്ട്. പ്ലസ് ഓക്സിജൻ ഒരു സിംഗിൾ മോളിക്യൂളേ ഉള്ളൂ, ഒരു സിംഗിൾ O2 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഗീവ്സ് 32. ആൻഡ് ദ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 28 കാർബൺ മോണോക്സൈഡിൻ്റെത്. സോ ഇറ്റ് ഈസ് 28. എഗെയിൻ ഇവിടെയും നമുക്ക് 2 പാർട്സ് ഉണ്ട് അല്ലേ? 28ൻ്റെ 2 ടൈംസ് ഉണ്ട്. സോ 2 × 28. നേരത്തെ ചെയ്ത പോലെ ഇതിൽ നിന്നും 1 കിലോഗ്രാം ഓഫ് കാർബണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും? 1 കിലോഗ്രാം ഓഫ് കാർബൺ റിക്വയർ 32 divided by 2 × 12, 24 kilogram of oxygen O2 and gives 2 × 28. എത്രയാണ്? We have that as 56 divided by 2 × 12, 24 kilogram of carbon monoxide. Simplify that. 1 kilogram require 32 by 24. We have 4/3 kilogram of oxygen and gives 56 by 24. We will get that as 7/3 kilogram of carbon monoxide. Okay, that means if 1 kilogram of carbon is supplied with only 4/3 kilogram of oxygen, then 7/3 kilogram of carbon monoxide will be produced. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഏതിൻ്റെയൊക്കെ എഴുതണം? വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻസ് ഫോർ സൾഫർ. ഓക്കെ, സൾഫറിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഫോർ സൾഫർ ദ ഇക്വേഷൻ ഈസ് S + O2 ഗിവിങ് ബൈ പ്രോഡക്റ്റ് നമുക്ക് എപ്പോഴും SO2 തന്നെയാണ്. സോ ഇവിടെ ഇക്വേഷൻ ഇറ്റ്സെൽഫ് ബാലൻസ്ഡ് ആണ്. 1 part of S, 1 part of S, 2 parts of oxygen and 2 parts of oxygen. സോ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. സോ അതിൻ്റെ മാസ് വാല്യൂസ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. Sulfur, we had the mass value as 32 plus oxygen O2 is have again 32 and giving SO2. Sulfur dioxide we have 64. Okay, 64. Clear? So ഇവിടെ നമുക്ക് ബാലൻസ് എഴുതി കഴിഞ്ഞാൽ 1 kilogram of sulfur requires 32 by 32. Again 1 kilogram of oxygen and produce 64 by 32 kilogram of SO2. 64 by 32 എടുത്തു കഴിഞ്ഞാൽ 1 kg of sulfur requires 1 kg of O2 to produce 2 kg of sulfur dioxide. Okay, 1 kilogram of sulfur requires 1 kilogram of oxygen for the production of
2 കിലോഗ്രാം ഓഫ് സൾഫർ ഡയോക്സൈഡ്. സോ അതൊരു കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ട് ഇക്വേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് എല്ലാം കമ്പഷൻ ഓഫ് സോളിഡ് ഫ്യൂൾസ് ആണ്. ഇനി ഇതേപോലെ നമുക്ക് കമ്പഷൻ ഓഫ് ലിക്വിഡ് ഫ്യൂൾസ് നോക്കണം, അല്ലെങ്കിൽ ഗേഷ്യസ് ഫ്യൂൾസ് നോക്കണം. അവിടെയെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വോളിയം ആയിരിക്കും ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്.